നമ്മളെല്ലാവരും പറയാറുണ്ട്, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ആവശ്യത്തിന് കാശ് എനിക്ക് ലഭിക്കുന്നില്ല, ഇനി കാശ് കയ്യിലുണ്ടായാലും അത് പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്നു, കടത്തിന്മേൽ കടമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്തുകൊണ്ടായിരിക്കും നമ്മളിലേക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാത്തത്? എന്തുകൊണ്ടായിരിക്കും ഓരോ ദിവസം കഴിയുന്തോറും കടത്തിന്മേൽ കടമായി മാറുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക, തിങ്ക് എബൌട്ട് ഇറ്റ്. നമുക്ക് ഈ നിമിഷം വരെയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം വരെയും കടത്തിന്മേൽ കടമാണെങ്കിൽ അതിനുള്ള കാരണക്കാരൻ അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് നാം തന്നെയാണ്, നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഓരോ ദിവസവും കഴിയുന്തോറും കടത്തിന്മേൽ കടമാണെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ഞാനാണ്. നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരി വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ടാണ്, അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്, അത് നിങ്ങളുടെ ചിന്താഗതി കൊണ്ട് തന്നെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നമുക്ക് കരകയറണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പണത്തോടുള്ള നമ്മളെ കാഴ്ചപ്പാട് മാറ്റുക, പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പ്രവൃത്തി മാറ്റുക, പണത്തോടുള്ള നമ്മുടെ ഒരു ചിന്താഗതി മാറ്റുക. നമ്മൾ വെറുതെ തമാശക്കായാലും പറയാറുണ്ട്, ഞാൻ മാറിയാൽ ചുറ്റുമുള്ളവർ മാറും, ചുറ്റുമുള്ളവർ മാറിയാൽ ലോകം മുഴുവനും മാറും. ഇത് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞ് കളയുന്നൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇത് ഹൈലൈറ്റ് ആയിട്ട് വെക്കുക. നമ്മുടെ ചിന്താഗതി, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ, നമ്മുടെ വാക്കുകൾ മാറ്റിയാൽ നമ്മളിൽ നിന്ന് കുറേ പേരൊക്കെ കട്ടായി പോകും. പക്ഷേ ഹൈ എനർജിയിലുള്ളവർ നമ്മളിലേക്ക് കണക്റ്റായി വരും. ആ സമ്പത്തെന്ന ഊർജ്ജത്തെ നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുക. താങ്ക് യു.